അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, യുക്തിരഹിത ചിന്തകൾ, അശാസ്ത്രീയമായിട്ടുള്ള കാര്യകാരണങ്ങൾ ഈ രാഷ്ട്രത്തിൽ സംഘപരിവാർ പ്രത്യയശാസ്ത്രത്തിന്റെ വക്താക്കൾ പ്രചരിപ്പിക്കുന്നതും അതിലേക്ക് ജനങ്ങളെ ആകർഷിക്കാൻ പറ്റുന്നത് കൊണ്ടുമാണ് ഇവരുടെ ആധിപത്യം നിലനിൽക്കുന്നത്. അതിനവർ ഉപയോഗിക്കുന്ന ആയുധങ്ങളാണ് പുരാണങ്ങളും മറ്റുള്ള കഥകളുമെല്ലാം. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. രാമായണത്തിനെ അവർ ഉപയോഗിക്കുന്നു. അവർ ഈ 10 കൊല്ലം അധികാരത്തിലിരുന്നതും വാജ്പേയി സർക്കാർ അധികാരത്തിലിരുന്നതും രാമായണത്തിനെ ഉപയോഗിച്ചുകൊണ്ടാണ്. സമഗ്രമായി അഗാധതയിൽ ചെന്ന് പരിശോധിച്ചു നോക്കൂ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതാണ്. ഇന്ത്യൻ ജനതയുടെ മതവിശ്വാസത്തിനെ എങ്ങനെ മുതലെടുക്കണമെന്ന് കൃത്യമായിട്ട് ഫാസിസ്റ്റുകൾക്കറിയാം. ഹിറ്റ്ലറും മുസോളിനിയും ചെയ്തത് അത് തന്നെയാണ്. അപരനെ സൃഷ്ടിക്കുന്ന സമൂഹത്തിനെ ഉണ്ടാക്കുക. അപര സമൂഹത്തിന്റെ നിർമ്മിതിയിലൂടെ മാത്രമേ ഫാസിസം നിലനിൽക്കുള്ളൂ എന്ന് ഹിറ്റ്ലർക്ക് കൃത്യമായിട്ടറിയാം. ഗീബൽസിനോട് അതാണ് ഹിറ്റ്ലർ പറഞ്ഞത്. ഇവിടെ പഴയ സ്മാരകങ്ങൾ ബെർലിൻ പട്ടണത്തിലും മ്യൂണിച്ച് പട്ടണത്തിലും എല്ലാം ഉണ്ട്, അതൊക്കെ തകർത്ത് കളയുക. എന്റെ പേരിലുള്ള സ്മാരകങ്ങൾ മാത്രം മതി. കഷ്ടി 300ന്റെ അടുത്തുള്ള സ്മാരകങ്ങളെ ഗീബൽസ് തകർത്തു വിട്ടു. യുദ്ധം തുടങ്ങുന്നതിന് മുൻപ്, 2ാം ലോക മഹായുദ്ധത്തിന് മുൻപേ. അതേ പാതയാണ് ഇവിടുത്തെ പ്രധാനമന്ത്രി തുടരുന്നത്. പുതിയ അമ്പലം, പുതിയ പാർലമെന്റ് ഒക്കെ എന്റെ സ്മരണകൾ മതി, വരും തലമുറ ഓർക്കാൻ. ഇതൊക്കെ ഒരു തുടർച്ചയാണ്. ഈ പ്രവർത്തികൾക്കെതിരെയാണ് ഇടതുപക്ഷം ബോധപൂർവമായ പ്രചരണം നടത്തേണ്ടത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രസക്തമായ വിഭാഗമാണ് ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിന്റെ പ്രവർത്തകർ. ആ ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിന്റെ ആയുധം എന്ന് പറയുന്ന മാർക്സിസ്റ്റ് സിദ്ധാന്തമാണ്. മാനവ വിമോചനത്തിന്റെ ദർശനമാണ് മാർക്സിസം. മനുഷ്യനെ എല്ലാവരെയും ഒരുമിച്ച് കാണുക എന്ന് ലോകത്തിൽ ഇത്രമാത്രം അഗാധതയിൽ പറഞ്ഞൊരു സിദ്ധാന്തം ലോകത്തിലില്ല. പിടിച്ചുപറിക്കാരെ പിടിച്ചുപറിക്കാനാണ് മാർക്സ് പറഞ്ഞത്. എക്സ്പ്രോപ്രിയേറ്റ് ദ എക്സ്പ്രോപ്രിയേറ്റേഴ്സ്. പിടിച്ചുപറിക്കാരെ പിടിച്ചുപറിക്കുക. അങ്ങനെ എത്രയെത്ര വചനങ്ങൾ. മാറ്റമില്ലാത്ത ഒറ്റ വസ്തുവേ ലോകത്തിലുള്ളൂ, അത് മാറ്റം മാത്രമാണെന്നാണ് കാറൽ മാർക്സ് പറഞ്ഞത്. ലോകത്തിൽ ഒരു ആചാര്യനും അത് പറയാൻ പറ്റിയിട്ടില്ല. എന്ന് വെച്ചാൽ ഞാനും മാറണം, സഖാവും മാറണം. മാറിക്കൊണ്ടിരിക്കുന്നൊരു മനസ്സ് വേണം. ഇവിടെ നിന്ന് അങ്ങോട്ട് മാറാനല്ല പറഞ്ഞത്. ചിന്തയിൽ, പ്രവർത്തന രീതിയിൽ, വാക്കുകളിൽ, അങ്ങനെ എല്ലാറ്റിലും സമൂലമായി കാലഘട്ടത്തിനനുസരിച്ച് മാറുക, പുതിയ ലോകത്തിനെ കണ്ടെത്തുക, പുതിയ ജനവിഭാഗങ്ങളെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ മാത്രമേ ഫാസിസത്തിനെ തകർക്കാൻ പറ്റുള്ളൂ എന്ന് അന്നത്തെ കാലഘട്ടത്തിൽ സാമ്രാജ്യത്വ ശക്തികൾക്കെതിരായി മാർക്സ് എഴുതി വെച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരന്റെ ദൗത്യം അതാണ്. സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിച്ച് അണിനിരത്തുക. ഇന്ന് എന്തുകൊണ്ട് ഈ സംഘപരിവാർ പ്രത്യയശാസ്ത്രത്തിന്റെ കീഴിൽ അല്ലെങ്കിൽ മറ്റു മതവിഭാഗത്തിന്റെ മൗലികവാദികളുടെ കീഴിൽ ജനങ്ങൾ അണിനിരക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഗഹനമായി ചിന്തിക്കേണ്ടത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഹിന്ദുത്വ ശക്തികൾ പുരാണങ്ങളെ ഉപയോഗിക്കുന്നു, സാങ്കല്പിക കഥകളെ ഉപയോഗിക്കുന്നു. മറ്റു മതങ്ങളിലെ ശക്തികളും വിശുദ്ധ ഖുർആനെയും ബൈബിളിനെയും ഒക്കെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ വിഷലിപ്തമായ സിദ്ധാന്തങ്ങൾ പരത്തുന്നു. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് ഒരാൾ പറയാം. അപ്പൊ വേറൊരാൾ പറയും ഹിന്ദുത്വമാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം, ഹിന്ദു രാഷ്ട്രവാദം, ബാക്കിയൊന്നും ഇവിടെ വേണ്ട. ഇങ്ങനെ പറയുമ്പോൾ സംഘർഷഭരിതമായ ഭൂമിയാക്കി മാറ്റി. 47-ലെ വിഭജനം നമ്മൾ കണ്ടതാണ്, നമ്മുടെ പൂർവികർ കണ്ടതാണ്, നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും. ആ വിഭജനത്തിന്റെ ഫലമായി ആയിരക്കണക്കിന് മനുഷ്യന്മാർ ലോഡിൽ ചത്തുവീഴുന്ന കാഴ്ച കണ്ടിട്ടാണ് മഹാത്മാഗാന്ധി നവക്കാലിയുടെ തെരുവീതികളിലൂടെ നടന്നത്. ആ വൃദ്ധനായ മനുഷ്യൻ ഈ കബന്ധങ്ങൾ കുന്നുകൂടിക്കിടക്കുന്ന തെരുവീതികളിൽ വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യകളിലൂടെ നടക്കുമ്പോൾ കേവലം 3-4 പേരെ അദ്ദേഹത്തിന്റെ ഒപ്പം ഉണ്ടായിരുന്നുള്ളൂ. ഒരു റാന്തൽ വിളക്കം പിടിച്ചിട്ടാണ് അദ്ദേഹം നടന്നത്. കഴുകന്മാരും ചെന്നായ്ക്കളും ഒക്കെ ഈ മാംസപിണ്ഡങ്ങൾ കൊത്തിപ്പറിക്കാനും മുഴുകി ചോര നക്കി തുടയ്ക്കാനൊക്കെ പോകുമ്പോൾ ഗാന്ധിജി നടന്നു പോവുക. അധികാരത്തിന്റെ സോപാനങ്ങളിൽ ഗാന്ധി ഇരുന്നിട്ടില്ല. അവിടെ ദേശീയ പതാക ഉയർത്തുകയാണ് ജവഹർലാൽ നെഹ്റു, ആദ്യത്തെ പ്രധാനമന്ത്രി. 47 ഓഗസ്റ്റ് 14 രാത്രി അർദ്ധരാത്രി 12 മണിക്ക് ഇവിടെ രാഷ്ട്രപിതാവ് തെരുവീതികളിലൂടെ നടക്കുക. അന്ന് തുടങ്ങി ഈ ഹിന്ദുത്വവാദത്തിന്റെ ഭീകരത. ആ വിഭജനമാണ് യഥാർത്ഥത്തിൽ ഹിന്ദു മുസ്ലിം ഡിവിഷൻ ഇവിടെ കൊണ്ടുവന്നത്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഈ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം, അതൊക്കെ ഒരു പെട്ടെന്ന് 47 ആഗസ്റ്റ് 14 ഉണ്ടായതല്ല. അതൊന്നും
പക്ഷേ നമ്മൾ ഈ കാണേണ്ട വിഷയം, ഈ ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് ഏറ്റവും വലിയ രീതിയിൽ ചാതുർവർണ്ണ സംസ്കൃതിയെ ഇവിടെ അരക്കെട്ടുറപ്പിക്കുന്നു. അതിനവരെന്താ ചെയ്യുന്നത്? ഒന്ന് ഞാൻ പറഞ്ഞ പുരാണങ്ങളുടെ ദുർവ്യാഖ്യാനം, മറ്റൊന്ന് ചരിത്രത്തിന്റെ ദുർവ്യാഖ്യാനം, മൂന്ന് വിദ്യാഭ്യാസ രംഗങ്ങളിൽ അവരുടേതായിട്ടുള്ള സിലബസുകൾ അടിച്ചേൽപ്പിക്കുക. മഹാത്മാഗാന്ധി വേണ്ട, പണ്ഡിറ്റ് നെഹ്റു വേണ്ട, മൗലാന ആസാദ് വേണ്ട, ഇതൊക്കെ വളരെ ഗഹനമായ ആസൂത്രിതമായ പദ്ധതികളാണ്. ഇതൊന്നും നിസ്സാരവൽക്കരിക്കണ്ട. അതുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് ഞങ്ങൾ ഇവിടെ ഇതൊക്കെ പഠിപ്പിക്കും എന്ന് പറയാൻ ഒരു ചങ്കൂറ്റം കാണിച്ച ഒറ്റ മുഖ്യമന്ത്രി ഉണ്ടായിട്ടുള്ളൂ, ഇടതുപക്ഷ മുഖ്യമന്ത്രി. അതൊരു ദീർഘദർശിത്വത്തോടു കൂടി കമ്മ്യൂണിസ്റ്റുകാരൻ വിഭാവന ചെയ്യും. നമ്മൾ നമ്മുടെ മക്കളോട് ഇന്ത്യൻ ചരിത്രം പറഞ്ഞു കൊടുക്കണം. അതിനുള്ള ഏറ്റവും ബോധപൂർവമായ ശ്രമം നടത്തണം. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാകുന്നത്, ദർശനം ഉണ്ടാകുന്നത്, ഒരു സാമൂഹിക പ്രസ്ഥാനം ഉണ്ടാകുന്നതും പരിണമിക്കുന്നതുമെല്ലാം ചിന്തകളിലൂടെയാണ്. ആ ചിന്തകളെ നമ്മൾ കൈവിട്ട് കളഞ്ഞാൽ വളരെ അപകടം പിടിച്ച ഒരു അവസ്ഥയിലായിരിക്കും. ഇന്ന് ലോകത്തിലെ 32 രാഷ്ട്രങ്ങൾ ഭരിക്കുന്നത് വലതുപക്ഷ ഫാസിസ്റ്റ് പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും. എങ്ങനെ ലോകം അങ്ങനെയായി? ഇന്ന് ലോക ജനതയിൽ പുതിയ കണക്കനുസരിച്ച് നോവൽ യുവാൽ ഹരാരി എന്ന് പറയുന്ന ലോക പ്രശസ്ത ചരിത്രകാരൻ, ഇപ്പോൾ ഏറ്റവും അവസാനത്തെ പുസ്തകം അദ്ദേഹം റിലീസ് ചെയ്തിരിക്കുന്ന നെക്സസ് എന്ന് പറയുന്ന ഒരു പുസ്തകം, ലോക പ്രശസ്ത പുസ്തകം 2 മാസം മുമ്പേ പബ്ലിഷ് ചെയ്തു. ഹരാരിയുടെ ലോകം ഇങ്ങനെ വലതുപക്ഷ ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾ പൊന്തി വരികയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, അതിൽ മനുഷ്യന്മാർക്ക് ഏകാധിപത്യത്തിന് വലിയ ഇഷ്ടമാണ്, ജനാധിപത്യത്തിനോടൊന്നും ആർക്കും താല്പര്യമില്ല ഈ ലോകത്തിൽ. അവിടെയാണ് അദ്ദേഹം പറയുന്നതിന് മുമ്പ് ഇത് മനസ്സിലാക്കിയ ആൾക്കാരാണ് ഗോൾവാൾക്കറും ഹെഗ്ഡേവാറും. എങ്ങനെയാണ് ഇന്ത്യയിൽ ഈ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത്? മതേതര ജനാധിപത്യ സംവിധാനങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നത്. സാധാരണ നമ്മൾ പോരാട്ടങ്ങൾ നടത്തുമ്പോൾ സമയത്ത് ഫാസിസ്റ്റുകൾ എന്താ ചെയ്യുക? മുകളിൽ നിന്നുള്ള അധികാരത്തിന്റെ സോപാനങ്ങളിൽ നിന്ന് അവർ ജനങ്ങളിലേക്ക് സന്ദേശം കൊടുത്തുകൊണ്ട് ആ ജനങ്ങളെ അവർ സമരത്തിന്റെ പന്ഥാവിൽ അണിനിരത്തും. ആ ജനങ്ങളെ സമരത്തിന്റെ പന്ഥാവിൽ അണിനിരത്തുന്നതിന് സാമ്പത്തിക നയങ്ങൾക്കെതിരായിട്ടോ മറ്റുള്ളതൊന്നുമല്ല, ജനങ്ങളെ ഇളക്കി മറിക്കും മതപരമായിട്ടുള്ള പ്രക്ഷോഭം തുടങ്ങാൻ. പള്ളികൾ പൊളിക്കുക, മറ്റാൾക്കൂട്ട കൊലപാതകങ്ങൾ, ഭക്ഷണത്തിന്റെ രീതിയിൽ, വസ്ത്രത്തിന്റെ രീതിയിലൊക്കെ ഉള്ള പ്രക്ഷോഭങ്ങൾ. അപ്പോൾ അതൊരു ജനാധിപത്യ പ്രസ്ഥാനമായിട്ടെന്ന് അവർ വിശേഷിപ്പിക്കും. കാരണം ആയിരങ്ങളാണ് അതിൽ പങ്കെടുക്കുന്നത്. അവർക്കെതിരെ ഒരു നടപടിയും ഉണ്ടാവില്ല. കാരണം അത് ജനകീയ പ്രസ്ഥാനമാണെന്ന് RSS പ്രഖ്യാപിക്കും. അതാണ് ഇന്ത്യയിൽ നടക്കുന്നത്. ഏതെങ്കിലും ഒരു നടപടി ആർക്കെങ്കിലും എതിരായിട്ടുണ്ടായിട്ടുണ്ടോ? ആൾക്കൂട്ട കൊലപാതകത്തിലോ, ഭക്ഷണം കഴിച്ചതിന്റെ പേരിലോ, വേഷം ധരിച്ചതിന്റെ പേരിലോ? ഇതാണ് ഫാസിസ്റ്റ് ടെക്നിക്. അതിനെതിരായിട്ട് നമ്മൾ ബോധവൽക്കരണം നടത്തണ്ടേ? മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ എളുപ്പപ്പണിയൊന്നും അല്ല അത്. സാമ്പ്രദായികമായ സമരങ്ങൾ കൊണ്ടൊന്നും ഒരു ഫാസിസത്തിനെയും പരാജയപ്പെടുത്താൻ പറ്റില്ല. യാതൊരു സംശയവുമില്ല. ലോക ചരിത്രം നമ്മളോട് പറയുന്നുണ്ടത്. അസന്നിഗ്ധമായ പോരാട്ടത്തിന്റെ കാലഘട്ടമാണിത്. അത് നമ്മുടെ ചുറ്റുവട്ടത്ത് നോക്കിയാൽ തന്നെ നമുക്കറിയാം ഈ ഫാസിസ്റ്റ് ശക്തികൾ വളർന്നു വരുന്നത്. രണ്ടാമത്തെ ഒരു സ്വഭാവം എന്താ അവർ കാണിക്കുന്നത്? ഭരണകൂടത്തിന്റെ അധികാരം. ആ ഭരണകൂടത്തിന്റെ അധികാരം പ്രയോഗിക്കുന്നതിനെ കുറിച്ചാണ് മനുഷ്യൻ ചിന്തിക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. കേന്ദ്ര ഭരണകൂടമായാലും മറ്റുള്ള BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഭരണകൂടങ്ങളൊക്കെ ഭരണകൂടത്തിന്റെ അധികാരം പ്രയോഗിക്കുന്നതിനാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. ഭരണകൂടത്തിന്റെ അധികാരം ഇപ്പോൾ 1.25 കൊല്ലമായിട്ട് മണിപ്പൂരിൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. 100 കണക്കിന് മനുഷ്യന്മാരാ മരിച്ചത്. ഒരാള് മിണ്ടുന്നുണ്ടോ ഇന്ത്യയിൽ? ഇടതുപക്ഷ നേതാക്കന്മാർ അവിടെ 5-6 തവണ പോയിട്ട് അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ പ്രകടനം നടത്തി, പ്രക്ഷോഭം നടത്തി, അവരോടൊപ്പം ഇരുന്ന് അവരുടെ സമാശ്വസിപ്പിച്ചു എന്നല്ലാതെ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് അടക്കം ഒരു പ്രാവശ്യം പോയത് അവിടെ. അപ്പൊ ഭരണകൂടത്തിന്റെ അധികാരം പ്രയോഗിക്കുമ്പോൾ ആ അധികാര പ്രയോഗത്തിലാണ് ഇന്ത്യൻ ജനത താല്പര്യപ്പെടുന്നത്. എന്നാൽ മാർക്സിസ്റ്റ് സിദ്ധാന്ത പ്രകാരം ഏറ്റവും വലിയ അധികാരം ആർക്കാ? ഏറ്റവും വലിയ അധികാരം ജനങ്ങൾക്ക്, ജനകീയ അധികാരം. ആ ജനകീയ അധികാരത്തിന്റെ 2ാം സ്ഥാനവും ഭരണകൂടത്തിന്റെ അധികാരത്തിന്റെ 1ാം സ്ഥാനവുമുള്ള ഒരു രാഷ്ട്രമായി ഇന്ത്യ മാറ്റപ്പെട്ടു സ്വാതന്ത്ര്യ സമരത്തിൽ, പ്രത്യേകിച്ച് പണ്ഡിറ്റ് നെഹ്റുവിന്റെ കാലഘട്ടത്തിന് ശേഷം.
അപ്പൊ എല്ലാവരും നോക്കുന്നത് ഭരണകൂടം എന്ത് ചെയ്യുന്നു. ഭരണകൂടത്തിന്റെ അനീതികൾക്കെതിരായിട്ട് ചെറുത്തുനിൽപ്പാണ് യഥാർത്ഥ ജനസഞ്ചയത്തിന്റെ അധികാരശക്തി. ആ ജനസഞ്ചയ അധികാര ശക്തി വളർത്തിക്കൊണ്ടുവരുവാൻ ഏറ്റവും ഉത്തരവാദപ്പെട്ടവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ആ ജനസഞ്ചയ അധികാരത്തിന്റെ ശക്തി വളർന്നുവല്ലാതെ ഫാസിസത്തിനെ എതിർക്കാൻ പറ്റില്ല. നമ്മൾ വെറുതെ ഒരു ഈ ആധുനിക ടെക്നോളജി വന്നതിന് ശേഷം ഈ നെക്സസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ തന്നെ ഹരാരി പറയുന്നുണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വ്യാപരണത്തോട് കൂടിയിട്ട് ലോകത്തിന് പുരോഗമനപരമായ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിവിനാശകരമായിട്ടൊരു ദിശയിലേക്ക് ലോകം പോകുന്നത് നമ്മളെ ജാഗ്രതയോടെ കാത്തു സൂക്ഷിക്കണം. എന്തും നടക്കാം. ഇപ്പോൾ നമ്മൾ കണ്ടതാണ് ലെബനനിൽ ഇസ്രായേലി ഗവൺമെന്റ് യുദ്ധം ചെയ്തത്. ഇസ്രായേലി പട്ടാളം പോയിട്ടല്ല യുദ്ധം ചെയ്തത്. നൂറുകണക്കിന് പേജറിലൂടെ, മൊബൈൽ ഫോണിലൂടെയാണ് ആയിരക്കണക്കിന് മനുഷ്യന്മാരെ കൊന്നത്. ഇപ്പൊ യുദ്ധം ചെയ്യാൻ സൈന്യം പോണ്ട. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടിനോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞ റോബോട്ട് ഒരാളെ രണ്ടാളെ നോക്കിയിട്ടില്ല, തുരുതര വെടിയാ. ഇതൊക്കെ അങ്ങനെയുള്ളൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ ഇടതുപക്ഷ ചിന്താഗതിയുള്ള പ്രസ്ഥാനത്തിന്റെ വക്താക്കൾ മനുഷ്യരാശിയുടെ മോചനത്തിനെ കുറിച്ച് ചിന്തിക്കണ്ടേ? വെറുതെ ധർണ സമരം സിന്ദാബാദ് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഈ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ചിന്ത ഉണരണം. അല്ലാതെ എന്താ പറയാ, പ്രകാശ് കാരാട്ടിന്റെയോ ഡി രാജയുടെയോ മാത്രം ചിന്ത ഉണർന്നിട്ട് ഒരു കാര്യമില്ല. ജനസഞ്ചയം എന്ന് പറഞ്ഞാൽ മഹാമനുഷ്യ സാഗരമാണ്. ഇന്ത്യയിലെ ജനസഞ്ചയം എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തിലെ എത്രയോ വരുന്ന കീഴാള ജനങ്ങളാണ്. ബ്രാഹ്മണ്യം എന്ന് പറഞ്ഞത് 1.5% ആൾക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത്. 47 മുതൽ ഇതേവരെ ബ്രാഹ്മണ്യ ആധിപത്യ ഐഡിയോളജി. പേരിന് ഒരു പ്രധാനമന്ത്രി ഇരിക്കുന്നുവെങ്കിലും ഭരിക്കുന്നത് മുഴുവൻ ഈ ബ്രാഹ്മണ്യ ചാതുർവർണ്ണ്യ സംസ്കൃതിയുടെ വക്താക്കളാണ്. അപ്പൊ അവരാണ് ഈ തൊട്ടുകൂടായ്മ ഇപ്പോഴും ഇന്ത്യയിലുണ്ട്. ഉച്ചനീചത്വമുണ്ട്, വഴി നടക്കാൻ പറ്റാത്ത വഴികളുണ്ട് ഉത്തരേന്ത്യയിൽ. കേരളത്തിലടക്കം എത്ര സമരങ്ങളുണ്ടായി വഴി നടക്കാൻ വേണ്ടിയിട്ടും ഉച്ചനീചത്വത്തിനെതിരായി. വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും ഒക്കെ നമ്മുടെ മുന്നിലില്ലേ? എന്നിട്ടും എന്തേ കേരളത്തിൽ ഇപ്പോഴും സാമുദായിക ശക്തികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു? എന്തേ BJP യുടെ വോട്ടിംഗ് ശതമാനം കൂടുന്നു? ചിന്തിക്കണം ഇടതുപക്ഷ സഖാക്കൾ.